ഈ ഒരു കൊല്ലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരുത്തമാണ്. നോമ്പുള്ളവരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും വയറിൻ്റെ ഉള്ളിലെ പൊരിച്ചിലും മെരിച്ചിലും, നട്ടുച്ചയായതുകൊണ്ട് മഴയില്ലാത്തതുകൊണ്ടും ഉഷ്ണവും, പള്ളി ആയതുകൊണ്ട് ചുമരുകൾക്കുള്ളിലുള്ള തീച്ചൂട് വേറെയും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് സ്വർഗം. ഇവിടെ ഒരുപാട് റബ്ബിന് വേണ്ടി ഇരുന്നും നടന്നും കിടന്നൊക്കെ കഷ്ടപ്പെട്ടാൽ അവിടെ കഷ്ടപ്പാട് ഉണ്ടാവില്ല. അതിനാണ് ഇവിടെ കഷ്ടപ്പെടുത്തുന്നത്. അപ്പം അതുകൊണ്ട് നല്ല നീയത്തോടു കൂടി ധൃതിയുള്ള ആളുകൾക്ക് പോവുകയും ചെയ്യാം. ഒരുപക്ഷെ ഇന്ന് അള്ളാഹു നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു സാഹസം ഇതായിരിക്കാം, നമുക്കറിയില്ലല്ലോ. എല്ലാവരും കൂടിയിട്ടുള്ളത് അള്ളാഹു ഒരിക്കലും തട്ടൂല. അതല്ലേ നമ്മൾ ഒപ്പിടുമ്പോൾ, നമ്മൾ ഹർജിയൊക്കെ കൊടുക്കുമ്പോൾ കുറേ ആളുകൾ ചേർന്ന് ഒപ്പിടുന്നത് എന്തിനാണ്? ഈ കൂട്ടത്തെ ഒരിക്കലും തട്ടൂല. അത് അള്ളാഹിൻ്റെ നയം അങ്ങനെ തന്നെയാണ്. ജമാഅത്തിന് അള്ളാഹു തആല വെറുതാക്കൂല. അതുകൊണ്ട് നമ്മൾ വലിയൊരു കൂട്ട ആളുകളാണ്. കുറഞ്ഞ സമയം ഒരു ഉത്ബോധനം നടത്തി കുറച്ച് ദിക്റും ചൊല്ലി ഒരു ചെറിയ ദുആയിൽ പിരിയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മളിൽ എന്ത് കുഴപ്പങ്ങളുണ്ടെങ്കിലും, എന്ത് ന്യൂനത ഉണ്ടെങ്കിലും, എന്ത് ജഹാലത്തുണ്ടെങ്കിലും, എന്ത് തോന്നിവാസങ്ങളുണ്ടെങ്കിലും, എന്ത് ദുനൂബുകളുടെ ഹിമാലയം പണിതിട്ടുണ്ടെങ്കിലും അള്ളാഹു ഈ ഇരുത്തം എന്ന ഈ വലിയൊരു മജ്ലിസിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു ഇന്നത്തെ ദിവസം ഒരുപാട് നരകത്തിൽ പോകേണ്ടിയിരുന്ന ആളുകളെ തന്നെ അള്ളാഹു താല സ്വർഗത്തിലേക്ക് ഖലാഹ് മാറ്റി രേഖപ്പെടുത്തുന്ന ദിവസമാണ്. അള്ളാഹു താല നമ്മളിൽ ആരെങ്കിലും, നമ്മളോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ നരകത്തിലേക്ക് ചവറുകളായി വഴികേടുകളെ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും, നമ്മളോട് ബന്ധപ്പെട്ടവരെയും സ്വർഗത്തിലേക്ക് അള്ളാഹു താല മാറ്റി എഴുതട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ അറഫന്റെ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇങ്ങനെ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ വെറുതെ നോക്കി. അപ്പോൾ മുസ്തഫ നബി തല അങ്ങോട്ട് തിരിച്ചു, പിന്നെ നോക്കി, അപ്പോഴും തിരിച്ചു. അപ്പൊ ഈ കുട്ടി പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല, എന്നാലും തമീസ് ഉണ്ടേനു. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിന് ഒരു മാനുണ്ടല്ലോ, ഒരു അർത്ഥമുണ്ട്. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, മോനെ, ഈ ദിവസം മലക്ക സംഅൻ വ ബസറ, ആരെങ്കിലും അവൻ്റെ കേൾവിയെയും കാഴ്ചയെയും അള്ളാഹ്ക്ക് വേണ്ടി കീഴ്പ്പെടുത്തിയാൽ, അന്യായങ്ങളിലേക്കും അനാശാസ്യങ്ങളിലേക്കും ചെകിടും കണ്ണും കൊടുക്കാതിരുന്നാൽ ഓന് സ്വർഗം ഉജൂബാണ്, ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന ദിവസമാണ് അറഫ. അതുകൊണ്ട് ആണ്ടുകൊണ്ട് നോക്കല്ലേ മോനെ എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളെ ഇരുത്തം കൊണ്ട് ഒരു പക്ഷേ പൊരി പാലിഞ്ഞിപ്പോൾ മൊബൈൽ തുറന്നിട്ട് ആണ്ടുകൊണ്ട് നോക്കൽ തന്നെ ആയിരിക്കും പണി. ഇപ്പം നോക്കാൻ അങ്ങാടിയൊക്കെ നോക്കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ മതി. എല്ലാ വിഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ ഇരുത്തം കൊണ്ട് ഒരു പക്ഷേ ആ നോട്ടം ഒഴിവായി കിട്ടിയാൽ ഇന്നത്തെ ദിവസം അള്ളാഹു ദോഷങ്ങളൊക്കെ പരിഹരിച്ച് പുറത്തു കൊടുത്ത് അള്ളാഹു തആല രക്ഷപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്, ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അറഫന്റെ ദിവസം ആരെങ്കിലും, അവിടെ ഹദീസിൽ കാണാം, ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിനൽ ഈമാൻ, ഈമാന്റെ അണുമണി അളവ് അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അങ്ങനെയാ ഒരു ഹദീസിലുള്ള അങ്ങനെയാണ്. എന്നാ പഞ്ചറായിട്ടില്ല, സൂചി പഞ്ചറാണ്, പഞ്ചറായിട്ടില്ല, ഫുള്ള് കാറ്റ് പോയിട്ടില്ല, വോൾട്ടേജ് ഉണ്ട് എന്നല്ല, അങ്ങനെ ഉണ്ടാവില്ല, ചെറിയ ഇതിൽ നിൽക്കണേ. അങ്ങനെ ഒരാളുണ്ട്, വലിയ ആളൊന്നല്ല, ഒരു ചെറിയ ഈമാന്, ഒരു പാറ്റൽ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ അറഫന്റെ ദിവസം അള്ളാന്ന് വിളിച്ച് ഹൃദയം ഒന്ന് പൊട്ടിയാൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് ഇല്ലാ ഗഫറല്ലാഹു ലഹു, അള്ളാഹു തആല അവന് പുറത്തു കൊടുക്കാതിരിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ ആനുകൂല്യം, ഈ ദിവസത്തിന്റെ ഓഫറാണ്. ഇത് കഴിഞ്ഞ 2026 നമ്മൾ ഉണ്ടാവണം. അള്ളാഹു ഒരു കാര്യം പറയാൻ സത്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മളെ പോലെയാണോ അള്ളാഹ്? നമ്മൾ സാധനം പറയലുണ്ട്, ഞാൻ ഈ പറഞ്ഞത് സത്യം കേട്ടോന്ന്. അള്ളാഹ്ക്ക് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അള്ളാഹ് ഖാലിഖല്ലേ, അവൻ അസ്തക്കല്ലേ, ആഴതലല്ലേ, അവൻ സത്യല്ലേ പറയുള്ളൂ, പിന്നെ സത്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നാ ഈ ദിവസത്തെ കുറിച്ച് അള്ളാഹു തആല 2 സൂറത്തിലാണ് സത്യം ചെയ്തത്. സത്യം അള്ളാഹു തആല ഒരുപാട് സംഗതികളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും സ്വീകരിക്കാത്തൊരു ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചത്. ഏതെല്ലാം സ്ഥലത്ത് സത്യം, ഏതെല്ലാം വിഷയങ്ങളെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വൽ അസ്ർ സത്യം ചെയ്തതാണ്, വല്ലാദിയാത്തി ലബ്ഹ സത്യം ചെയ്തതാണ്, വല്ലുഹ സത്യം ചെയ്തതാണ്, യാസീൻ സത്യം ചെയ്തതാണ്, വത്തീനി സത്യം ചെയ്തതാണ്, ഒരുപാടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു ശൈലി ഇവിടെ എടുത്തു. ഏതാണത്? വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. ഇങ്ങനെ കണ്ട് സത്യം ചെയ്തിട്ട് ഇന്നൊരു ചോദ്യം, ഹൽ ഫീ ദാലിക ഖസമുൻ, ഇതിലൊന്നും സത്യം ചെയ്യാൻ മാത്രം ഇല്ലേ? ലിദി ഹിജർ, ബുദ്ധിയുള്ളവർക്ക്
അത് എവിടെ അള്ള പറഞ്ഞിട്ടില്ല. അള്ള സത്യം ചെയ്ത് അങ്ങനെ പോവാ, വിഷയം പറയാ, അതന്നെ ഗൗരവമാണ്. കാരണം അള്ളാഹ്ക്ക് നമ്മളെ പോലെ ഒരു കാര്യം സത്യം ചെയ്ത് പറയേണ്ട വിഷയമില്ല. അള്ള പറഞ്ഞൊക്കെ സത്യമല്ലേ, പിന്നെ എന്തിനാ സത്യം ചെയ്യണു? പക്ഷെ പല കാര്യങ്ങളും അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തൊന്നും സ്വീകരിക്കാത്തൊരു ശൈലി ഇവിടെ സ്വീകരിച്ചു. എന്തേ? ഈ അറഫാന്റെ ദിവസം അടങ്ങിയ സംഗതികളെ കൊണ്ട് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്തിട്ട് അള്ളാഹു പിന്നൊരു ചോദ്യം, ഹൽഫിദാലിക്ക കസമുല്ലദീജുർ, ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഇതിലൊന്നും സത്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാ അപ്പൊ നിങ്ങൾ പറയണ, സത്യം ചെയ്യാണ്ടല്ലോ. അങ്ങനെയും കൂടി പറഞ്ഞിട്ട് ഈ ദിവസത്തിന്റെ വലുപ്പത്തെ പിന്നെയും നീട്ടി വലിപ്പം കൂട്ടി വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ വൽ ഫജ്രി, അതിന്റെ ഒരു തഫ്സീർ വൽ ഫജ്രി, പെരുന്നാളിന്റെ പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിന് അശ്ർ, അതിനു മുമ്പുള്ള 9 ദിവസങ്ങൾ തന്നെയാണ് സത്യം. വശഫ്ഇ, അയ്യാമുത് തശ്രീഖ് തന്നെയാണ് സത്യം. വൽ വത്രി, അറഫാന്റെ ദിനം തന്നെയാണ് സത്യം. ഒരു തഫ്സീർ അങ്ങനെയാണ്. വേറെ ഒരുപാട് തഫ്സീർ, അവിടെ സുബൈന്റെ ശേഷം പല തഫ്സീറുകളും ഈ വിഷയത്തെ ബന്ധപ്പെട്ടിട്ട് 10-14 തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടെ ഉദ്ധരിക്കുന്നില്ല, അല്ലാത്ത മറ്റ് തഫ്സീറുകളിലേക്കും പോണില്ല, കാരണം സുദീർഘമായൊരു പ്രഭാഷണം ഉദ്ദേശമല്ല, അതുകൊണ്ടാണ്. വൽ ഫജ്രി, നമ്മളൊക്കെ ഫജ്റാകുന്ന ദിവസമാണെന്ന്, അങ്ങനെ അതിന്റെ സൂചന ഉണ്ട്. വൽ ഫജ്രി, ഈമാൻ കൊണ്ട് തിളങ്ങുന്ന കൽബ് തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, ആ കൽബിന്റെ ആൾ വരെ അമൽ ചെയ്താൽ അള്ളാഹു 10 കൂലി കൊടുക്കും. മൻ ജാബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിയ, ആ 10 കൂലി തന്നെയാണ് സത്യം. അങ്ങനെയും സൂഫിയാക്കളുടെ തഫ്സീറിൽ ഇത് കാണാം. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഉർവാഹനം പോലെ പ്രഭാമയമാവേണ്ട ദിവസമാണ് ഇന്ന്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൽ ഫജ്രി, വൽ ഫജ്രി, വൽ ഫജ്രി, സുബ്ഹി നിസ്കാരം തന്നെയാണ് സത്യം. പ്രിയപ്പെട്ടവരെ, മൻ അഹ്യൽ ലയാലിയൽ ഖംസ വജബത് ലഹുൽ ജന്ന, നബിയുനാ റസൂലുള്ളാഹി. 5 രാത്രികൾ ആരെങ്കിലും ഹയാത്താക്കിയാൽ, ഹദീസിലുള്ള ഓരോ പ്രയോഗങ്ങൾക്കോ മാനകൾക്ക് ശക്തി കൂടും. പിന്നെ സ്വർഗത്ത് കടക്കുന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്ന ഹദീസുകൾ ഒരുപാടുണ്ട്. വജബത്ത് ലഹുൽ ജന്ന, സ്വർഗ്ഗം ഓന് പാസ്സായി കഴിഞ്ഞു, ഉജുബായി എന്ന് മുഹമ്മദ് മുസ്തഫ. ആ 5 രാത്രിയിൽ ഒരു രാത്രി ഇന്നലെ കഴിഞ്ഞു, മിനിഞ്ഞാന്ന് ലൈലത്തു തർവിയ ഒരു രാത്രി, ലൈലത്ത് അറഫ 2-ാം രാത്രി. ഇനി വരുന്ന മഗ്‌രിബിന് ശേഷമുള്ള രാത്രി ഉണ്ടല്ലോ, പടക്കം പൊട്ടിച്ച് കളയുള്ള രാത്രിയല്ല, അത് ഹയാത്താക്കേണ്ട രാത്രിയാണ്. 3-ാമത്തെ രാത്രി ഏതാണ്? 4-ാമത്തത് ഈദുൽ ഫിത്തറിന്റെ രാത്രിയാണ്. 5-ാമത്തത് ശഅബാൻ 15 രാവാണ്. ഈ 5 രാവുകൾ ഏതെങ്കിലും മനുഷ്യൻ പടച്ചവന് വേണ്ടി പാതിരാവോളം സജീവമാക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം മുജൂബാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ലം യമുത്ത് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബ്, മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ ചത്തുപോകുന്ന ദിവസം അവന്റെ ഹൃദയം ചത്തുപോകൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തെ രാത്രി എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചോളി. അത് ഓടിപ്പായാനോ വെറുതെ ബഹളം കൂട്ടാനോ ചീറ്റാനോ പൊട്ടാനോ ഉള്ളതല്ല. അപ്പൊ രാത്രി ഫുള്ളായിട്ട് എങ്ങനെ ഉസ്താദ് ഉറക്കൊഴിക്കുകയെന്ന് കടക്കാരും കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് ഞാൻ പറഞ്ഞുതരാം, ഈ രാത്രി ഇഹ്യാ ചെയ്തു എന്ന് കൂലിട്ട എന്തുണ്ടായാൽ മതി? മാരി നിസ്കാരം പള്ളിയിൽ ഒന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം, ഏഷ്യ നിസ്കരിക്കാം, സുബഹി നിസ്കരിക്കാം. ഈ കൂലിയും ആനുകൂല്യം ഈ 3 വക്ത് അവല് വക്തിൽ ജമാഅത്തായിട്ട് പങ്കെടുത്ത ഓൽക്കുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനും പറ്റൂല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ പറ്റുക? അല്ല, ഇതിനും പറ്റൂല എന്നാണെങ്കിൽ പിന്നെ എന്താ പറ്റുക? പിന്നെ ബാക്കിയുള്ള ആളുകൾ അതിനനുസരിച്ചുകൊണ്ട് രാത്രി ഒരുപാട് ഉറക്കം വെച്ചിട്ടിരിക്കും. അത് അവരുടെ ഏടിൽ നിറയും ചെയ്യും, ദറജ കൂടും ചെയ്യും. അതൊക്കെ ഭാഗ്യവാന്മാർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന തൗഫീഖാണ്. ഈ യാത്രക്കാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, കൂടുതൽ വർക്കുള്ള ആളുകളുണ്ടാവും, ഉറക്കൊഴിക്കേണ്ട ആളുകളുണ്ടാവും, പല ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളുണ്ടാവും. അവരും പരമാവധി ഈ 3 വക്ത് പിടിച്ചോളി. ഈ 3 വക്ത് എന്നാൽ രാത്രി ഹയാത്താക്കിയ ആനുകൂല്യം അവർക്ക് കിട്ടും. അല്ലാതെ ഇങ്ങനെ നോമ്പാണ്ട് നോറ്റ് നോമ്പ് നോറ്റാണ്ട് വള്ള ചാമ്പി പറന്ന് ഏമ്പക്കം മുട്ടിട്ടോ ഒറ്റക്കെടുത്തും മാരിപ്പോ ഒറ്റക്ക് നിസ്കരിച്ച് യശ കിട്ടിയാൽ കിട്ടി സുബൈ നരകത്തുക്കല്ലാതെ കൊടുക്കാനുള്ളത്. 10 മണിക്കൂർ പട്ടിണി ഇടുന്നിട്ട് ഒരു പക്ഷേ കൊളസ്ട്രോൾ കുറച്ച് കുറഞ്ഞാൽ കുറയും. പക്ഷെ ഇന്നത്തെ തീറ്റ കൊണ്ട് കുറയും തോന്നില്ല. കാരണം കുറേ നേരം പിടിച്ചിട്ട് പിന്നെ മാരിപ്പാക്കൊ കൂടി കലാ വിട്ടാണ്. അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുക എന്നല്ല, കുറയണമെന്നില്ല. ഇതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? ഒരു നേട്ടമില്ല. കുറച്ച് സമയം പട്ടിണി ഇടുന്നു ചൂടുകാലത്ത് എന്നല്ലാതെ ഒരു നേട്ടമില്ല. അതിലൊക്കെ ഒരു ചെറിയ പിടുത്തം വെച്ച് ഒരു ചിട്ടയോട് കൂടി ആ സമയമൊക്കെ നോട്ട് ചെയ്ത് ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് പറ്റാവുന്നൊക്കെ ചൊല്ലി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പകലും
ഈ വരുന്ന രാത്രിയും അള്ളാഹു വെറുതെ ആക്കൂല. ഒരു വേള ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠമായ സമയങ്ങളാണ്. കാരണം ദുൽഹജ്ജ് 1 മുതൽ 7 വരെ വലിയ മഹത്വമുള്ള രാവുകളാണ്, പകലുകളാണ്. അതിൻ്റെ മൊത്തം ശ്രേഷ്ഠത 8-നുണ്ട്. കാരണം യൗമുത്തർവിയാണ്. ഇനി 1 മുതൽ 8 വരെയുള്ളതിൻ്റെ മൊത്തം കൂലി 9-നുണ്ട്. 9 വരെയുള്ളതിൻ്റെ മൊത്തം കൂലി 10-നുണ്ട്. വൽ ഫജ്രി വലയാലിൻ അസ്ർ. വെറുതാക്കരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഈ ദിവസത്തിന് അറഫാന്റെ ദിവസം എന്ന് പേര് വെക്കപ്പെടാനുള്ള കാരണം? അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, മഹാനായ അബുൽ ബസർ നബിയുല്ലാഹി അബൂന ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര വരികയാണ്. യാത്ര വന്നപ്പോൾ ഇന്ത്യയിലാണ് അവരെത്തിയത്. ഇന്ത്യയിൽ അതാ സിലോണിലാണല്ലോ അവരെത്തിയത്. സിലോൺ എന്ന ഇന്ത്യയുടെ ഭാഗമാണ്. അവിടെയാണ് ആദം നബി ഇറങ്ങിയത്. ഹവ്വാവും ഇറങ്ങിയത് ജദ്ദയിലാണ്. ഇന്ന് എയർപോർട്ടുള്ള സ്ഥലം ജിദ്ദ അല്ല, ജദ്ദയാണ്. പിന്നെ ജിദ്ദായി മാറിയതാണ്. ടാക്സിക്കാർ ഇപ്പോഴും അവിടെ പോയാൽ വിളിക്കൽ എങ്ങനെ? ജദ്ദ 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 എന്ന് വിളിക്കല്, ജിദ്ദ എന്ന് വിളിക്കൂല. അവിടെ പോയി നമ്മള് ജിദ്ദയ്ക്ക് അങ്ങോട്ടാ പോകണം, ചോര വിട്ടോക്കോ ഓല് ജദ്ദ 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 എന്നാ വിളിക്കുക. കാരണം ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മ എന്നതിൻ്റെ അർത്ഥം. വല്യമ്മ ഇറങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ എയർപോർട്ടുള്ളത്. വല്യമ്മ ഇറങ്ങിയെടുത്ത ഫ്ലൈറ്റൊക്കെ ഇറങ്ങണത് അൽഹംദുലില്ലാ. അപ്പൊ ഹവ്വാവുമ്മ അവിടെയാണ് ഇറങ്ങിയത്. ആദം നബി ഇവിടെയാണ്, ഇന്ത്യയിലാണ് ഇറങ്ങിയത്. 40 തവണ ഇന്ത്യയിൽ നിന്ന് ആദം അലൈഹിസ്സലാം കാൽനടയായിട്ട് ഹജ്ജിന് പോയി എന്ന് സൈനുദ്ദീൻ മഖ്ദൂം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആദം അലൈഹിസ്സലാം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം ഒരഭിപ്രായ പ്രകാരം 400 കൊല്ലങ്ങൾക്ക് ശേഷം തെരഞ്ഞ് അവരെ കണ്ടെത്തി. എവിടെ കണ്ടെത്തിയത്? ഇന്നലെ ലക്ഷങ്ങൾ പരന്നൊഴുകി നിന്ന ആ മഹത്തായ അറഫാത്തിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും അവിടുന്ന് ഒരുമിച്ച് കൂടി. ഫഅറഫ, ആദം നബി അറിഞ്ഞു. സൗജത്തഹു, അവരുടെ ഭാര്യയെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തിരിച്ചറിഞ്ഞത് ദുൽഹജ്ജ് 9-നാണ്. അതുകൊണ്ട് ആ ദിവസത്തിന് അറഫാന്റെ ദിവസം എന്ന് പേര് വെക്കപ്പെട്ടു. അല്ലെങ്കിലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബിയെയും ഹാജർ ബിയെയും അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയല്ലോ. പിന്നെ തെരഞ്ഞു നടന്ന് അവസാനം കണ്ടെത്തിയത് അറഫാത്തിലാണ്. ആ കണ്ടെത്തിയ ദിവസം അറഫാന്റെ ദിവസമാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിന് അറഫാത്ത് എന്ന് പറയപ്പെടും. ആ ദിവസത്തിന് അറഫാന്റെ ദിവസം എന്ന് പറയും. അല്ലെങ്കിലോ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അള്ളാഹിനോട് പറഞ്ഞു, അരിനാ മനാസികനാ, എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്നത് ഒന്ന് അറിയിച്ചു തരണേ, അതിന്റെ സ്ഥലങ്ങൾ കാണിച്ചു തരണേ അല്ലാഹ്. അപ്പൊ അള്ളാഹ് ജിബ്രീൽ ഇസ്ലാമിനെ പറഞ്ഞയച്ചു. ഫറാഹു ജിബ്രീലു, ജിബ്രീൽ ഇസ്ലാം ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുത്തു. ഇത് ഇന്ന സ്ഥലം, ഇത് ഇന്ന സ്ഥലം, ഇത് ഇന്നേ ചെയ്യണ്ട്. എന്നിട്ട് ചോദിക്കുക ഇടക്കിടക്ക്, അല്ല അറഫ്ത, മനസ്സിലായില്ലേ? അപ്പൊ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി പറഞ്ഞു അറഫ്തു അറഫ്തു അറഫ്തു. അത് പറഞ്ഞത് അറഫാത്തിലാണ്. അറഫാത്ത് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേരാണ്. അറഫാന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9-ന്റെ പേരാണ്. അല്ലാതെ അവിടെ ആൾക്കാർ നിൽക്കണ അതേ ദിവസമാണ് ലോകത്തെ എല്ലായിടത്തും. പിന്നെ അറഫാന്ന് ഗോളശാസ്ത്രം പഠിച്ച ഒരാൾക്ക് പറയാൻ കഴിയില്ല. ദീൻ അവിടെ കട്ടെ, ഗോളശാസ്ത്രം പഠിച്ച ഒരാൾക്ക് പറയാൻ കഴിയില്ല. അത് പറയുന്ന ആളുകൾ ഭൂമിയെ പത്തിരിയാക്കുകയാണ്. സൂര്യനെ ഒരു ബൾബാക്കിയിട്ട് സെന്ററിൽ ഫിറ്റ് ചെയ്യണം എന്നാ ഓക്കെ ഓൽക്ക് പറയാം. അന്നല്ലേ നമുക്കും ഇവിടെ നിൽക്കണ്ട് എന്ന് ഗോളശാസ്ത്രം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ശാസ്ത്രം വായിക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയില്ല. ശാസ്ത്രം അറിയില്ല, ദീനും അറിയാത്ത ആൾക്കാരാണ് ഈ വിത്തന ഉണ്ടാക്കുന്നത്. അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വിദണ്ഡവാദങ്ങളിൽ നിന്ന് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ നമ്മുടെ അറഫ എന്ന് ദുൽഹജ്ജ് 9-നാണ്. അത് നമുക്ക് ഇന്നാണ്. ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാന്റെ മഹത്വം ആനുകൂല്യമൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞപ്പോ കേട്ട സ്വഹാബാക്കൾ ചോദിച്ചു, ഇത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ നബിയെ? അല്ലല്ല, അത് അറഫാന്റെ ദിവസത്തെ ലോകത്തിന്റെ അഷ്ടദിക്കിൽ ആരൊക്കെ ബഹുമാനിച്ചോ അമല് ചെയ്തോ അവർക്ക് മുഴുവനും ഈ സകലമായ ആനുകൂല്യങ്ങളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറയുകയാണ്. ഇനി ഞാൻ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വ്യാഖ്യാനത്തിന്റെ ഭാഗം പറയാം. എന്തുകൊണ്ടാണ് ദുൽഹജ്ജ് 9-ന് അറഫാന്റെ ദിവസം എന്ന് പേര് വെക്കപ്പെട്ടത്? കാരണം അന്ന് മനുഷ്യകോടികൾ അതാ പൊട്ടി കരഞ്ഞുകൊണ്ട് ചെയ്തു പോയ ദോഷങ്ങൾ സമ്മതിക്കുകയാണ്. അതിന് അറബിയിൽ പറയിൽ എഴുത്തിറാഫ് എന്നാണ്, സമ്മതിക്കുക എന്ന്. അതിൽ നിന്നാണ് അറഫ വന്നത്, അതിൽ നിന്നാണ് മാരിഫത്ത് വന്നത്. എല്ലാ മനുഷ്യന്മാരും അവരുടെ തെറ്റുകൂമ്പാരങ്ങൾ പടച്ചന്റെ മുമ്പിൽ ഇവിടെ നിന്ന് സമ്മതിച്ചില്ലെങ്കിലും പരലോകത്ത് വെച്ചുകൊണ്ട് സമ്മതിച്ചിട്ടല്ലാതെ കത്തിക്കാളുന്ന നരകത്തിൽ പ്രവേശിക്കില്ല. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നമ
وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. പറഞ്ഞ് അതേ സൂറത്തിൽ പടച്ചവൻ സ്വർഗത്തിൽ പോവാതെ നരകത്തിലേക്ക് ആട്ടി തൊലിക്കപ്പെടുന്ന വിഭാഗം ആ ചവറുകൾ നരകത്തിന്റെ വക്കിലെത്തുമ്പോ നരകം കാക്കുന്ന മലക്കിനോട് പറയുന്നതാണ് അവരുടെ ദോഷങ്ങൾ അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞ് സമ്മതിക്കുന്നതാണ്. ഇവിടുന്ന് സമ്മതിക്കാത്തവരെ ഓടുന്ന് സമ്മതിക്കും. അവിടുന്ന് സമ്മതിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒന്ന് സമ്മതിച്ചിട്ട് പടച്ചോനേന്ന് വിളിച്ചിട്ട് കരഞ്ഞാൽ ഓന് മുഴുവനും അറഫ കിട്ടി. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് അറഫ എന്ന് പേരൊക്കെ പെടാൻ കാരണം. ചില സൂഫിയാക്കൾ പറയണു അറഫ എന്ന് പേരൊക്കെ പെടാൻ കാരണം അതിനാണ് മാരിഫത്ത് വന്നത്. ഇത് കുറെ ആളുകൾ ആരിഫ്യങ്ങളാണ് ദിവസം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ആരിഫ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഒരുപാട് കൊല്ലം പള്ളിയിൽ ഓതി പഠിക്കൊന്നും വേണ്ട. അള്ളങ്ങോട്ട് തരുവോർ നമ്മൾ കിണർക്ക് കുറെ കുഴിച്ചാൽ പിന്നെ ആഴത്തുനിന്ന് ഓറ് വരണില്ലേ. കൽബം കണ്ട് ചില ദിക്റുകളും ചില സമയങ്ങളും ചില വിതുമ്പലൊക്കെ ഉണ്ടെങ്കിൽ കൽബിന്റെ പാറ കണ്ട് പൊട്ടി കിട്ടും. അതിപ്പോ ഓറും കൊണ്ട് വരും. അത് മാരിഫത്തിന്റെ ഓർവാണ്. ഓറ് വന്നാൽ പിന്നെ ആ കൽബ് കേടരൂല. നിങ്ങൾ ഹൗലിലെ വെള്ളം നമ്മൾ പഴയ കാലത്ത് ഹൗല് ഇപ്പൊ ഹൗലില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. ഈ കെട്ടിക്കണ ഹൗലിലെ വെള്ളം ആഴ്ചയിൽ മുഅദ്ദിന് മാറ്റി കൊടുക്കും. എന്നാ കിണറ്റിലെ വെള്ളം എന്താ മാറ്റാത്തത്? ഹൗലിലെ വെള്ളം ഇടക്കിടക്ക് മാറ്റി കൊടുക്കുമല്ലോ. ഇവിടെ ഹൗലുള്ള കാലത്ത് നിങ്ങളോട്ട് ഉണ്ടായിട്ടില്ലേ? അല്ലെ ഇപ്പോഴല്ലേ പൈപ്പ് ഇടക്കിടക്ക് മാറ്റി കൊടുക്കലില്ലേ? എന്താ അവിടെ മാറ്റി കൊടുക്കുക? എന്താ കിണറ്റത്തെ മാറ്റി കൊടുക്കാത്ത? കിണറ്റത്തെ മാറ്റി കൊടുക്കാതിരിക്കാൻ കാരണം അവിടെ ഉറവ് വരുന്നുണ്ട്. ഓറുണ്ടെങ്കിൽ വെള്ളം കേടരൂല, കൽബ് നശിക്കൂല. ഈ പാറ കണ്ട് പൊട്ടിയിട്ട് ഓറ് കൊണ്ട് വരാൻ തുടങ്ങിയാൽ അത് ചിലപ്പോൾ നാടന്മാർക്കും കിട്ടും, ചിലപ്പോൾ മൂല്യന്മാർക്ക് കിട്ടിയെന്നും വരൂല. അള്ളാഹു താല ആ ഓരോ കിട്ടുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കുറകല്ലേട്ടാ, നോമ്പർക്കുമ്പോൾ കിട്ടുന്ന കുറകല്ല. ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ പോയി തരാം ദ്വാരത്തിട്ട് എന്താ കുറകില്ലാത്തതെന്ന് അമ്മനോടേക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഈ ഓരോന്ന് തന്നെ മനസ്സിലായില്ല. ഇവിടെ എന്താ പറയുന്നത്? കുറക ഓരോ അതന്നെ, അത് അള്ളങ്ങട് തരണാണ്. നമ്മൾ അധ്വാനിക്കുമ്പോൾ അള്ളങ്ങട് തരും. അതിന് എന്ത് ചെയ്താൽ മതി? ഒരു 100 വട്ടെങ്കിലും മനസ്സിരുത്തിയിട്ട് لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير. അത് വേണമെങ്കിൽ ചെല്ല. ഞാൻ എല്ലാം കൂടി കൂട്ടിയിട്ട് പല ഹദീസുകളും കണ്ട അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്ന ഒരു ദിക്ർ പറഞ്ഞത്. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറക്കം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇതൊരു 100 വട്ടം ചൊല്ലിയാൽ അവന് പ്രൈസ് അടിക്കുന്നു. സമയമുണ്ടല്ലോ മകരി വരെ. ഞാൻ ഇവിടെ അസുറ വരെ ഒന്നും പിടിച്ചു നിർത്തണില്ലല്ലോ. 100 വട്ടം ഇത് ചൊല്ലാൻ ആകെ വേണ്ടത് 9 മിനിറ്റാണ്. അതിനെ മഹ്റജ് ഒപ്പിച്ച് മനസ്സറിഞ്ഞ് എണ്ണം തീർക്കുക എന്നുള്ളതിലപ്പുറം മനസ്സ് കൊടുത്തിട്ട് ഇങ്ങനെ ശരിക്കും ചൊല്ലിയിട്ട് ഇടയിൽ എണ്ണം തീർക്കുമ്പോൾ തന്നെ 9 മിനിറ്റിൻ്റെ ഉള്ളിൽ തീരും ഈ ദിക്ർ 100 വട്ടം ചൊല്ലാൻ. ഈ ദിക്ർ മനസ്സിരുത്തിയിട്ട് ഇന്നത്തെ ദിവസം 100 വട്ടം ചൊല്ലിയാൽ ഓന് നാളെ അവൻ്റെ പരലോകത്തിൻ്റെ ബാങ്ക് നിറയും, അക്കൗണ്ടിൽ പൈസ ഫുള്ളാവും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഒന്നിനെ അള്ള എണ്ണം പിടിക്കണം. 100 100 അല്ല അങ്ങോട്ട് പിടിച്ചാ എണ്ണ എത്ര പോന്ന് പറയാൻ പറ്റൂല. അള്ളാഹു തആല നമ്മളെ ആഖിറത്തിൽ അക്കൗണ്ട് നിറച്ചേറ്റെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ ഒന്നും കൂടെ ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അറഫാന്റെ ദിവസം വന്നപ്പോൾ മുസ്തഫ നബി ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന ദിക്ർ ഈ ദിക്റാണ് എന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അറഫാന്റെ ഈ ദിവസത്തിന് വേറെ വലിയൊരു മാറ്റമുണ്ട്. എന്താണ് അറഫ എന്ന് പറയാൻ കാരണം എന്നറിയോ? ആ സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മഊദ് വശാഹിദിൻ വമശ്ഹൂദ്. അവിടെ പറഞ്ഞ അൽ യൗമുൽ മഊദ് എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഷാഹിദ് എന്ന് പറഞ്ഞത് ജുമാ ദിവസത്തെ കുറിച്ചാണ്. മശ്ഹൂദ് പറഞ്ഞു അതിൽ നേരെ അർത്ഥം സാക്ഷിയാക്കപ്പെട്ടതെന്നാണ്. അപ്പൊ അതിന്റെ തഫ്സീറിന്റെ ഭാഗങ്ങളിലൂടെ അന്വേഷിച്ചു പോയാൽ അതിന്റെ തത്വം മനസ്സിലാവും. എന്താണ് ഈ അറഫന്റെ ദിവസത്തിന് മശ്ഹൂദ് സാക്ഷിയാക്കപ്പെട്ട ദിവസം എന്ന് പറയാൻ കാരണം? ആലമുൽ അർവാഹിൽ ഈ കാണുന്ന മനുഷ്യന്മാരെയും
നമ്മളെപ്പോലെയുള്ള പരകോടി ജനവിഭാഗത്തെയും ആദം അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് ഉറുമ്പുകളുടെ വലുപ്പത്തിൽ അള്ളാഹു തആല സംഘടിപ്പിച്ചത് സൂറത്തുൽ അറാഫിൽ പറഞ്ഞിട്ടുണ്ട്. 173 നമ്പർ ആയത്ത്. വൈദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. മനുഷ്യകോടികൾ ആദം അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെ ഭൂപ്രവിശ്യയിൽ വരുന്ന മനുഷ്യകോടികൾ നിറമില്ല, മണമില്ല, വർഗമില്ല, വർണ്ണമില്ല, ദേശമില്ല, ഭാഷയില്ല, എല്ലാവരും നാലമുള്ള അറിവായില് ഉറുമ്പുകളെ പോലെ അണുമനുഷ്യന്മാരായി കോടികൾ അല്ലാഹുവിന്റെ മുമ്പിൽ സംഘടിക്കുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ സ്ഥലം കൊണ്ട് മുന്നിലെന്നല്ല, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തൊരു സ്ഥലം. അത് ഇന്നലെ ഹാജിമാർ ഒരുമിച്ച് കൂടിയ അറഫാത്താണ്. അവിടെ ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിലായി സന്താനങ്ങളെ പെരടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് അണുമനുഷ്യ ലോകത്തോട് പടച്ചവന്റെ ഒരു ചോദ്യമാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഖാലൂ, അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും പറഞ്ഞു ബലാ ബലാ. ഇനി കേട്ടോളൂ ഒരു അത്ഭുതം. അപ്പൊ ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടായിരുന്നു. ഹജറുൽ അസ്വദ് നമ്മളിന്ന് കാണുന്ന രൂപത്തിലൊന്നും അല്ല അന്ന് ഉണ്ടായിരുന്നത്. ഹജറുൽ അസ്വദിന് അള്ളാഹു തആല ഒരു ബുദ്ധിയും സംസാരിക്കാനുള്ള ശേഷിയും കൊടുത്തു. അത് അള്ള കൊടുത്താൽ പിന്നെ ഭൂമി വരെ നാളെ സംസാരിക്കണില്ലേ? ഭൂമി നാളെ സംസാരിക്കാൻ പോകുന്നുണ്ട്. സൂറത്തുൽ സൽസലയിൽ അള്ളാഹു പറഞ്ഞില്ലേ അങ്ങോട്ട് പോകണില്ല. അള്ളാണ് സംസാരിപ്പിച്ച ഏതും സംസാരിക്കും. നമ്മളെ കയ്യിലുള്ള ചാവിയും എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് ഞാൻ പാവട്ടിന് വാങ്ങിക്കൊടുത്തത്. അപ്പം ഏതാ സൈസ് എന്ന് എനിക്കറിയില്ല. ഞാൻ പോയപ്പോൾ എന്നോട് ജലീറാമാനിന്ന് ഞാനാകെ അത്ഭുതപ്പെട്ട്. അപ്പം ഇവളാ വോയിസ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചാണ് ഞാനിപ്പോൾ അറിയില്ല. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാവരെ മനുഷ്യനോട് സംസാരിക്കുന്ന കാലല്ലേ. നമുക്കൊക്കെ ഇങ്ങനെ കഴിയെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് ഇതിനേക്കാളും കഴിയില്ലേ? അള്ളാഹു തആല ഹജറുൽ അസ്വദിനെ കൊണ്ട് സംസാരിപ്പിച്ചു. അള്ളാഹു ഹജറുൽ അസ്വദിനോട് പറഞ്ഞു ഇഫ്തഹ്. നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞ തൊള്ളർന്ന. ഞാൻ പ്രസംഗ ശൈലി അല്ല കേട്ടോ പറഞ്ഞേ, എല്ലാവർക്കും തീരാൻ മലപ്പുറം ശൈലി പറഞ്ഞ തൊള്ളർന്ന. അപ്പൊ ഹജറുൽ അസ്വദ് വാ തുറന്നു. അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞ ബല എന്നുള്ള അടിസ്ഥാന കാർഡില്ലേ, അതല്ലൊരു പേപ്പറിൽ എഴുതിയിട്ട് ഹജറുൽ അസ്വദിന്റെ ഉള്ളിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു തൊള്ള പൊട്ടിക്കാളെന്ന്. ഹജറുൽ അസ്വദ് തൊള്ള പൊട്ടി. അതുകൊണ്ടാണ് തവാഫ് തുടങ്ങേണ്ടത് ഹജറുൽ അസ്വദ് മുതലാവണം എന്ന് പറയാൻ കാരണം. ഇതിനൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യമൊക്കെ പഠിച്ചു പോയാലല്ലേ ഇൽമിന്റെ അത്ഭുതം അറിയുള്ളൂ. അതുകൊണ്ടാണ് തവാഫ് തുടങ്ങുമ്പോൾ ഏത് ദിക്റാ ചൊല്ലുക? ഏതാ? അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇതല്ലയോ തവാഫിന്റെ ആരംഭത്തിൽ ചൊല്ലേണ്ട സുന്നത്തായ ദിക്ർ. അതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. അല്ലാഹുവേ ഈമാനം ബിക, നിന്നിൽ ഈമാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പണി തുടങ്ങുന്നത്. നിന്റെ കിതാബ് വാസ്തവാന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ. ഇനി മൂന്നാമത് വഫാം ബിഅഹദിക, നിന്നോട് നടത്തിയ കരാറ് പൂർത്തീകരിക്കാനാണ് ഇവിടുന്ന് ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ഏതാ കരാറ്? ബലാ. അത് അവിടുന്ന് വരാൻ കാരണം നമ്മളെ കരാറിന്റെ ഡീറ്റെയിൽസ് മുഴുവനും ഹജറുൽ അസ്വദ് ആകുന്ന ഡിസ്കിൽ കമ്പ്യൂട്ടറിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഞാൻ നാളെ മഹ്ശറിൽ നിർക്കും. അപ്പൊ രക്ഷപ്പെടും ഈ ദിവസം ബഹുമാനിച്ച മുഴുവൻ ആളുകളും. അതുകൊണ്ടാണ് ഈ ദിവസത്തിന് യോമ അറഫ എന്ന് പറയുന്നത്. കാരണം ഇത് സംഭവിച്ചത് അറഫന്റെ ദിവസമാണ്. അത് ദുൽഹജ്ജ് 9 അങ്ങനെ ഞാൻ മഗ്‌രിബ് വരെ അറഫനെ കുറിച്ച് പറയാണ്ട്. ഈ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളത്, ഇതൊക്കെ സന്തോഷമുള്ളത് തന്നെയാണ്. ഒരു ഹദീസ് ഞാൻ പറയാം. അത് എന്നെ പോലെയുള്ള ആളുകൾ പിടിച്ചു തൂങ്ങേണ്ട ഹദീസാ. കേട്ടോളൂ കേട്ടോളൂ. മാമിൻ യൗമിൻ, ഒരു ദിവസവും ഇല്ല, അക്സറ, അത് ഏറ്റവും കൂടുതൽ സംഭവിക്കും, മിൻ അയ്യുതികല്ലാഹു ഫീഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്ന ഒരു ദിവസമില്ല. മിൻ യൗമി അറഫ, അറഫന്റെ ദിവസം പോലെ ഒരു ദിവസം അള്ളാന്റെ ദുനിയാവിലില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസാണ് ചില ഉലമാ പറയുന്നു ലൈലത്തുൽ ഖദറിനേക്കാളും അറഫന്റെ പകല് മഹത്വമുള്ളതാണ്. അത് രാത്രിയാണ്, ഇത് പകലാണെന്ന് വ്യത്യാസമുള്ളൂ. ലൈലത്തുൽ ഖദറിൽ പടച്ചവൻ നരകത്തിലേക്കുള്ള ചവറുകളിൽ കോടികളെ രക്ഷപ്പെടുത്തും. അതിന്റെ എത്രയോ ഇരട്ടി ഇന്ന് രക്ഷപ്പെടുത്തും. നീ ഇതിൽ പെട്ടില്ലെങ്കിൽ ഹതഭാഗ്യത്തിന്റെ ആഴളക്കാൻ പറ്റുമോ? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് തീരുമാനം രണ്ടാലൊന്നും ആയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ എന്നാ തീരുമാനമാകുക? അത് അടുത്തൊല്ല, അതിനടുത്തൊല്ല ഈ വേണ്ടേ. കഴിഞ്ഞൊല്ല അറഫയിലുണ്ടായിരുന്ന എത്ര ചെറുപ്പക്കാർ ഇപ്പൊ പള്ളിക്കാട്ടിലുള്ളത്. ഗൾഫിൽ നിന്ന് വെച്ചോര്, നാട്ടിൽ നിന്ന് വെച്ചോര്, യാത്രയിൽ വെച്ചോര്, ആക്സിഡന്റിൽ വെച്ചോര്, ക്യാൻസർ പിടിച്ച് മരിച്ചോര്, അറ്റാക്ക് പിടിച്ച് മരിച്ചോര്, ഒന്നുമില്ലാതെ തളർന്നു വീണ് വെച്ചോര്.
അടുത്ത 26-ന് അറഫയിൽ നമ്മൾ ഉണ്ടാവും ഉറപ്പില്ലല്ലോ. കിട്ടിയത് മുതലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കേട്ടോളൂ ഒരു ഹദീസ്. ശൈത്താനിനെ കാണപ്പെട്ടിട്ടില്ല. അസ്ഗറ വല അദ്ഹറ വല അഹ്ഖറ വല അഗയല മിൻഹു മിൻ യൗമി അറഫ. അറഫന്റെ ദിവസം നിരാശനായതുപോലെ, ദുഃഖിതനായതുപോലെ, ചെറുതായതുപോലെ, നിസാരപ്പെട്ടതുപോലെ, കുപിതനായതുപോലെ പിശാചിനെ മറ്റൊരു ദിവസവും കാണപ്പെട്ടിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് ശൈത്താൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുകയും ദുഃഖിതനാവുകയും ദേഷ്യപ്പെടുകയും ചെറുതാവുകയും ചെയ്യുന്ന ദിവസമാണ്. കാരണം എന്താ അറിയോ? ഓൻ്റെ കയ്യിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവും. തോന്നിയാസം ചെയ്ത് 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 ഏകദേശം വോട്ട് എനിക്ക് വീഴുള്ളെന്ന് ഓൻ ഉറപ്പിച്ച കുറേ വോട്ടർമാരുണ്ട്. ആ ഒരു മൊത്തം അറഫയിൽ ഒരു മജ്ലിസ് കുടുങ്ങി ഒരു ദിക്റിലാണ്ട് കയറി അള്ളാന്നാണ്ട് വിളിച്ചു, കണ്ണിന്ന് ചെറുതായിട്ട് നീര് വന്നു, അല്ലെങ്കിൽ കൽപ്പ കണ്ട് പൊട്ടി. അള്ളാഹ് പറഞ്ഞു മലക്കളോട് ആ നരകത്തേക്കുള്ള മറ്റേ കുഞ്ഞാമീനും പിന്നെ ഇവിടെ ഇല്ലാത്ത ഒരാളെ പേരിട്ടണല്ലോ അടിച്ചോനെ. ആ വാക്യങ്ങളാണ് സങ്കല്പിച്ചോളി. കുറെ ആളുകളുടെ പേര് അള്ളാഹ് അങ്ങോട്ട് പറയും. ഓലൊക്കെ നമുക്ക് സ്വർഗത്തിലാക്കും. അപ്പൊ ചിലപ്പോൾ മലക്കൾ വയ്ക്കും പഠിച്ചോനെ വ്യഭിചരിച്ചിട്ടുണ്ട. ഒന്നും നോക്കണ്ട. നമ്മൾ സാധനമല്ലേ ആചാര്യ കണ്ണുമുട്ടിയാണ് തരുന്ന്. അള്ളഹാനോട് കണ്ണുമുട്ടി നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കണില്ല. ആളെ നോക്കാതെ എത്ര ചെയ്തെന്ന് നോക്കാതെ അറഫന്റെ ദിവസം ബഹുമാനിച്ചു എന്നുള്ള കാരണത്തിൽ പഠിച്ചവൻ എല്ലാത്തിനും കൂടി നരകത്തുനിന്ന് സ്വർഗത്തെ കണ്ട് ചവിട്ടി കയറ്റണ ഈ സാധനം. അതുകൊണ്ട് ഇബിലീസ് എന്തായി ഉണ്ടല്ലേ, കൈക്ക് കിട്ടിയത് പോയാൽ ഉണ്ടാവും നിരാശ. സ്വാലിഹ്യങ്ങൾ പോയാൽ നിരാശ ഉണ്ടാവില്ല. കാരണം അതും എനിക്ക് എങ്ങനെയെങ്കിലും അവർ കുറച്ചൊക്കെ ഒപ്പിച്ചാലും കഴിച്ചിലായി പോകുന്നു എനിക്കറിയാം. ഇത് കയ്യിൽ കിട്ടിയെന്ന് ഉറപ്പുള്ള ആൾക്കാരാണ് രക്ഷപ്പെടുന്നത്. പിന്നെ ദുഃഖം പറയാണ്ടോ? അവൻ ആകെ കണ്ട് ദുഃഖിച്ചിട്ട് എളിഭ്യനാകും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ കാര്യത്തിൽ ഇബ്ലീസ് ഇന്ന് ടെൻഷൻ അടിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓന് ഡിപ്രഷൻ വരണ നമ്മുടെ കാര്യത്തിൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂട്ടായിട്ട് അള്ളഹാനോട് ഒരു ചെറിയ ദുആ ഇരുന്നിട്ട് പിരിയുക. കാരണം നോമ്പറക്കാനുള്ള സാധനങ്ങളിലേക്ക് നിങ്ങളെ മനസ്സിങ്ങനെ വഴുതി പോകുന്നുണ്ടാവും. ചെങ്ങായി എപ്പോഴാണ് വിടാന്നാവും, കോയിറച്ചം വാങ്ങിയിട്ടില്ല, ബീഫ് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അറിഞ്ഞാണ്ട് ഇരിക്കണവരുണ്ടെങ്കിൽ 2-3 കാര്യം പറയാണ്ട്. ഒന്ന്, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ നിസ്കാര സമയത്തിന് ചെറിയ മാറ്റം വരുത്തണമെന്നല്ലതാണ്. കാരണം ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് പോവലാണ് സുന്നത്ത്. വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കാലി വേറേറ്റ് വരവാണ് സുന്നത്ത്. അപ്പൊ സമയം വ്യത്യാസം വരുത്തണ്ടേ? അല്ല, ഉദയത്തിന്റെ അവിടെ കട്ടെ ആദ്യം ഇത് പറയാം. നമ്മളെ സൗകര്യത്തിന് മാത്രമല്ല, അന്ന് മസ്തലിയിലും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണ നമ്മൾ 9 മണിക്ക് നിസ്കരിക്കുന്നത് നാളെ 8 മണിക്ക് എന്ന് പറഞ്ഞാൽ 8 മണിക്ക് നിസ്കാരം ഉണ്ടാവും. അതിൻ്റെ 9 ഒരിക്കലും ഉണ്ടാവില്ല. ഈ തോഫീക്കില്ല. കാരണം കഴിഞ്ഞാൽ എൻ്റെ വാച്ച് ഒന്ന് കേട് വന്നിരുന്നു. അപ്പോൾ ഒരു 4 മിനിറ്റ് ഇപ്പുറത്തെ കാര്യം ഞാൻ ഈ പെരുന്നാൾ നിങ്ങളോട് വ്യക്തിപരമായിട്ട് മാപ്പ് വയ്ക്കാണ്. എൻ്റെ വാച്ചിൻ്റെ കേടാണ്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ സാസിൽ ആരോട്ടും ഉണർത്തിയതുമില്ല. പക്ഷെ ഇന്ന് ഞാൻ വാച്ച് ഇന്നലെ തന്നെ ഒന്ന് തിരിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. ഇനി നാളെ ഒന്നും കൂടി റെഡിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. അതുകൊണ്ട് ആ രീതിയിൽ ഇൻഷാ അല്ലാ സമയം പഴക്കൂല എന്നാണ് മനസ്സിലാക്കണേ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് തന്നെ തുടങ്ങും. നിങ്ങളെ വാച്ച് ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ചിട്ട് സമയം നേരത്തെ തുടങ്ങി എന്ന് പറയാൻ നിൽക്കരുത്. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ആരും ഒരു തിരിപ്പുണ്ടാക്കാൻ നിൽക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞ ധാർമ്മികമായ രോഷം എന്ന് ഞാൻ പേരിടുള്ളൂ. അതൊക്കെ നിസ്കാരം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ധാർമ്മികമായ ഒരു അവകാശമാണ്. അത് പറഞ്ഞു, ആ രീതിയിൽ പറഞ്ഞതിനൊക്കെ കൂലിട്ടും. അല്ലാതെ പറഞ്ഞാൽ ചിലപ്പോൾ മൾക്കലും കിട്ടും. അത് എൻ്റെ അടുത്തല്ല, അള്ളാൻ്റെ അടുത്ത്. കാരണം ചിലർക്ക് ഒന്നിനും പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനത്തെ ചില സ്ഥലത്ത് മാത്രം ഉണ്ടാവും തൊള്ളി വിളിക്കും. എന്നാ ഓല് ലോർക്ക് ജമാഅത്തിന് വരില്ല, എന്നാ നിസ്കരിക്കില്ല. അതിന് അവർക്ക് ധാർമ്മിക രോഷം ഉണ്ടോ? ഒരു ദോഷമില്ല. അവർ കിടന്നുറങ്ങനെയാണ്. പക്ഷെ ഇങ്ങനത്തെ പണ്ട് ഈ തിരങ്ങാടി വാപ്പിലായിട്ട് വലിയ വഫാത്തായി പോയി. അദ്ദേഹം പറയലുണ്ട്, ചില ഉസ്താമാരെ കണ്ടാൽ ഞാൻ ഉസ്താദ് എനിക്ക് പള്ളിയിൽ മുക്കറി പണി ഇട്ടിക്കണമെന്ന് തന്നെ മൂപ്പര് പറയും. പിന്നെ കൊടുത്ത വാങ്ങുക ആൾക്കാർ കേൾക്കൂല, കൊടുക്കാത്ത വാങ്ങിയ ആൾക്കാരെ കേൾക്കുള്ളൂ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. എന്തായി കൊടുത്ത വാങ്ങുക ആൾക്കാരെ കേൾക്കൂല എന്ന് പറയാൻ കാരണം ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ വരില്ല. ഏതെങ്കിലും ദിവസം ആദ്യം ബാങ്ക് കൊടുത്തില്ലെങ്കിലോ പാന്തം കെട്ടി വലിച്ചാലും പള്ളിയിൽ കയറാത്തവനൊക്കെ 1-ാം സപ്പിലുണ്ടാവും. കാരണം എന്താ? എന്തെങ്ങൾ എവിടെ ഉറങ്ങേനു? ഇത് പറയാനായിട്ട് കുറച്ച് പടപ്പുകളുണ്ട്. ഓല അവരാ പണിയെടുക്കും. ഓലെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ഖേദത്തിൽ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് സ്വാഗതാർഹമാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. നാളെ ഏതായാലും 8 മണി എന്ന് പറഞ്ഞാൽ 8 മണിയാണ്. അത് ഗ്രൂപ്പിലും പബ്ലിസിറ്റി ചെയ്യണം, ഇവിടെ എഴുതി ഒട്ടിക്കും വേണം. ഇത് നിങ്ങൾ ഒരു അറിയിപ്പായിട്ട് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കണം. പെരുന്നാൾ നിസ്കാരം അതിനുശേഷമുള്ള അറിവ് ഞാൻ പറയേണ്ടത് നാളെയും പറയുന്നുണ്ട്. അറിവിൽ എല്ലാവരും സഹകരിക്കണം. അറിവിലല്ല, അറിവ് ഒരാളല്ലേ പാർക്കുള്ളൂ, എല്ലാവരും കൂടി കത്തി ഓടിക്കുമല്ലോ. അതിനുശേഷം മാംസ വിതരണം, അവിടെയുള്ള ഒരുപാട് പണികളുണ്ടല്ലോ. നിങ്ങളെല്ലാവരും സഹകരിക്കണം. കാരണം
നാളത്തെ ദിവസം അറിവിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു അമൽ ഒരാൾക്ക് ചെയ്യാനില്ല. പങ്കെടുത്ത ആളുകളൊക്കെ, ഈ അറിവിൽ ഷെയർ കൂടിയ ആളുകളൊക്കെ ആ സ്ഥലത്ത് പങ്കെടുക്കൽ സുന്നത്താണ്. മറ്റുള്ള ആളുകളൊക്കെ സഹകരിച്ചു കൊടുത്തിട്ട് ഈ വിഷയത്തിൽ നിങ്ങളൊക്കെ ഒരുമ കാണിക്കണമെന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റല്ലിട്ട് പിന്നെ നമ്മളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴഘടകമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കീഴിലുള്ള ജാരിയ എന്ന് പറഞ്ഞാൽ എന്തോ സംഗതിയാണെന്ന് മനസ്സിലാക്കണ്ട. അത് നേതാക്കന്മാരോട് അഭ്യർത്ഥന ഉണ്ട്, അതുകൊണ്ട് പറയാണ്. അതിനുള്ളൊരു പിരിവ് നടത്തണം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ജാരിയ എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗികളുള്ള സ്ഥലങ്ങളിൽ പോയി അവർക്ക് ആശ്രയത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ശമനത്തിന് വേണ്ടി അവർക്ക് തുണയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമാണ് അത്. തിരുവനന്തപുരത്ത് ക്യാൻസർ സെൻ്റർ അവിടെ ഉണ്ടാവും, മെഡിക്കൽ കോളേജിൽ അവിടെ ഉണ്ടാക്കാനുള്ള പദ്ധതിയുണ്ട്. ലോകത്ത് പല സ്ഥലങ്ങളിലും, നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും അത്തരം കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പാവങ്ങളെ, രോഗികളൊക്കെ ഉദ്ദേശിച്ചു തുടങ്ങിയ ജാരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഒഴുകുക എന്നാണ്. സ്വതക്കത്തുൻ ജാരിയ എന്ന വാക്കിൽ നിന്ന് പിടിച്ചതായിരിക്കണം ഈ പ്രയോഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പറ്റാവുന്ന ആളുകളൊക്കെ പരമാവധി സംഭാവന പോകുന്ന സമയത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്ർ ചൊല്ലിയിട്ട് ചെറിയൊരു ദുആയിൽ നമുക്ക് പിരിയാം. ആദ്യം ഈ ദിക്റിന്റെ ഒരു 10 വട്ടെങ്കിലും നമ്മൾ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് കൂടെ ചൊല്ലിയാൽ മതി. ഞാൻ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ചൊല്ലാൻ കാത്തുന്ന സമയം വൈകും. കൂടെ ചൊല്ലിയാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. 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 ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار حسبنا الله نعم الوكيل نعم المولى ونعم النصير 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 أستغفر الله العظيم 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 اللهم صل على سيدنا محمد وآله وصحبه وسلم 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 اللهم صل على سيدنا محمد وآله وصحبه وسلم
وسلم اللهم صل على سيدنا محمد وآله وصحبه 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 وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم والفجر وليال النشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي هجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي يهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العلي العظيم. ശ്വാസിൽ ഒരുപാട് ഉസ്താദ്മാരും തങ്ങന്മാരൊക്കെ ഉണ്ട്, അവരോട് ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കേണ്ടി വരും ദ്വാരക്കുമില്ല. അതുകൊണ്ട് ഒരു ചെറിയ ദ്വാ ഇൻഷാ അല്ലാഹ് മനസ്സിരുത്തിയിട്ട് എല്ലാവരും ഒന്ന് ആമീൻ പറയാം. കാരണം ദീന പൂർത്തിയായ ദിവസം കൂടിയാണ്. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് അവതരിച്ചത് ദുൽഹിജ്ജ 9 അസറിൻ്റെ സമയത്താണ്. ഈ ആയത്ത് ഇങ്ങനെ അവതരിച്ചു. നബി ഇസ്ലാം ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് കൊണ്ടുവന്ന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി. സാസിലെല്ലാവരും ഹർഷപുളകിതരായി, എല്ലാവർക്കും സന്തോഷാധിക്യമായി, തക്ബീർ ചെല്ലാൻ തുടങ്ങി ഈ ആയത്ത് കേട്ടപ്പോൾ. കാരണം ദീനം പൂർത്തിയായല്ലോ. പക്ഷെ ഒരാൾ 2 കൈയും കണ്ണിലേക്ക് പൊത്തിപ്പൊടിച്ച് ചെറിയ കുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു. സയ്യിദുനാ അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായി അബൂബക്കർ സിദ്ദീഖ്. തേങ്ങി തേങ്ങി കരഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, സിദ്ദീഖേ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അബൂബക്കറേ
അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ, ഒരു സംഗതി പൂർത്തിയായാൽ പിന്നെ അതിൻ്റെ ആള് പോകുമെന്നല്ലേ ആ പറയുന്നത്? അങ്ങ് വന്നത് ദീനിന്റെ പൂർത്തീകരണത്തിനല്ലേ? ഡ്യൂട്ടി കഴിഞ്ഞാൽ സ്ഥലം കാലിയാക്കും എന്നല്ലേ അതിൽ നിന്ന് പഠിക്കാനുള്ളത് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ ഈ തേങ്ങി കരയുകയാണ് മഹാനരായ അബൂബക്കറിന് സിദ്ദീഖ്. ഇന്നത്തെ ദിവസം തന്നെയാണ് റസൂലുള്ളാഹിന്റെ അറിയപ്പെട്ട ഖുത്ബയും സംഭവിച്ചത്. അൽ ഖുത്ബത്തുൽ, നിങ്ങൾക്കെല്ലാവർക്കും ചരിത്രത്തിൽ തന്നെ അറിയപ്പെട്ട ഖുത്ബയാണ്. ഞാൻ സമയം ഭയന്നുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആ ഖുത്ബയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഇസ്മഉ മാ അഖൂൽ, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കണേ. ലഅല്ലി ലാ അൽഖാകും ബഅദ അമീ ഹാദാ, ഇനി വരും കൊല്ലത്തിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായെന്ന് വരില്ല. ഇതെന്ന് പറഞ്ഞതോടെ സദസ്സ് കരയുകയാണ്, പൊട്ടി കരയുകയാണ്. ഇത് വിടവാങ്ങൽ പ്രഭാഷണമാണല്ലോ എന്ന് പരസ്പരം സഹാബാക്കൾ പറയുകയാണ്. ആ പ്രസംഗം സംഭവിച്ചത് ഇതേ ദിവസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നമ്മൾ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹീം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. أرحم الرحمن مالك الملوك ملك الجبار رحمن رحيم غفور شكور فتاح ستار വഹാബ് ഖാലിഖും റസാഖുമായ അല്ലാഹുവേ, ജുമുഅക്ക് ശേഷം മസ്ജിദിൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആലിമീങ്ങൾ, പ്രായമുള്ളവർ ചേർന്ന് ഈ അറഫന്റെ ദിവസം നിന്നിലേക്ക് സ്വലാത്തിന്റെ അഡ്രസ്സിൽ അറിയാവുന്നത് ചൊല്ലിപ്പറഞ്ഞ് നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നത്തെ ദിവസം തോന്നിവാസങ്ങളെ കൊണ്ട് നരകത്തിലേക്ക് നീ എഴുതിയ കോടികളായ ആളുകളെ ആഗോളാടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് സെലക്ട് ചെയ്യുന്ന ദിവസമാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വർഗസ്ഥരാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ യാത്ര ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. നരകത്തിലാണ് ഭൂരിപക്ഷം ആളുകളെന്ന് നിന്റെ ഹബീബും നിന്റെ ഖുർആനിലും ഞങ്ങൾ കാണുന്നു അല്ലാഹ്. ആ കൂട്ടത്തിൽ പെടുത്താതെ കുറച്ച് ആളുകളെ മാത്രം നീ ശുദ്ധീകരിച്ച് സെലക്ട് ചെയ്ത് സ്വർഗത്തിലെ സൗഭാഗ്യവന്മാർ
ഉൾപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ചേർത്തി തരണേ അല്ലാ. അല്ലാഹു ഈ സദസ്സ് അതിന് നിമിത്തമാക്കി തരണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതിൽ ചൊല്ലിയതിൽ വീഴ്ചയുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. ഈ നന്മകൾ നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ അഹബായ അക്രമായ അളമായ അൻവറായ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കൽബിന്റെ കബിലയായ ഞങ്ങളുടെ എല്ലാമായ നിന്റെ അഹബായ നിന്റെ നിധിയായ ലോകത്തിന്റെ കനിയായ വിശ്വാസത്തിന്റെ വിമോചകരായ റൂഹിന്റെ അടിസ്ഥാനമായ കൽബിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ഈമാനിന്റെ അടിത്തറയായ ഇഹ്സാനിന്റെ ബേസായ ഇസ്ലാമിന്റെ ഫൗണ്ടേഷനായ നന്മകളുടെ വിളനിലമായ തിന്മയുടെ ഭദ്രവൈരിയായ ആർക്ക് വേണ്ടിയാണോ ഓടി നടക്കുന്നത് ഉറക്കൊഴിക്കുന്നത് സമയം ചെലവഴിക്കുന്നത് എല്ലാ നന്മകളുടെയും കേന്ദ്രബിന്ദുവായ ഇഹലോകത്തിന്റെ പ്രതാപവും പരലോകത്തിന്റെ പ്രകാശവുമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ എത്തിക്കണേ അല്ലാഹ്. മഹാനരായ ആദം അലൈഹിസ്സലാമിൽ എത്തിക്കണേ അല്ലാഹ്. ഹവ്വായിൽ എത്തിക്കണേ അല്ലാഹ്. ഹജ്ജുകൾ ഏതൊരു ഓർമ്മയിലാണോ വരിഞ്ഞു വെട്ടിയത് ആ അമാലുകളുടെ കേന്ദ്രബിന്ദുവായ ഈ മില്ലത്തിന്റെ പിതാവായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൽ എത്തിക്കണേ അല്ലാഹ്. സകല ത്യാഗങ്ങളും നിന്റെ മുമ്പിലായി തൃപ്തിയോടെ സമർപ്പിച്ച അവിടുത്തെ സഹധർമ്മണിയുടെ ഹളറത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങൾ അവരുടെ അസ്വാജിൽ എത്തിക്കണേ അല്ലാഹ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ബദരീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഉഹുദീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. സദ്ദത്തിൽ പങ്കെടുത്തവരിൽ എത്തിക്കണേ അല്ലാഹ്. ഉഹുദിൽ പങ്കെടുത്തവരിൽ എത്തിക്കണേ അല്ലാഹ്. ശരീരം തിരിച്ചറിയാതെ ആയിരക്കണക്കിന് സ്വഹാബാക്കൾ നിന്റെ ദീനിന് വേണ്ടി സകലതും സമർപ്പിച്ച് ശരീരവും സമർപ്പിച്ച് പരലോക പൗരത്വം സ്വീകരിച്ച ശ്രോതാക്കളല്ലേ അവരിൽ എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മലയാളിയായ സ്വഹാബി സലാലയിൽ കിടക്കുന്ന താജുദ്ദീനങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ കേരളത്തിൽ തന്നെ തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കിടക്കുന്ന സ്വഹാബാക്കളിൽ എത്തിക്കണേ അല്ലാഹ്. താബീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. റഈസു താബീൻ വൈസുൽ ഖറനിയിൽ എത്തിക്കണേ അല്ലാഹ്. റഈസു സുഹാദി ഇബ്രാഹിം അദ്ഹമിൽ എത്തിക്കണേ അല്ലാഹ്. തബൂ താബീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. 4 മദ്ഹബിന്റെ ഇമാമുകളിലും എത്തിക്കണേ അല്ലാഹ്. 4 അഖ്താബിലും എത്തിക്കണേ അല്ലാഹ്. മഹാനായ ഖുതുബുൽ അഖ്താബിലും സുൽത്താനുൽ ആരിഫീനിലും സുൽത്താനുൽ ഹിന്ദിലും എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ മഹാന്മാർ കിടക്കുന്നുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്നു ഖുതുബുസ്സമാനിൽ എത്തിക്കണേ അല്ലാഹ്. മഹ്ദൂമമാരിൽ എത്തിക്കണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ ലൈദ്റൂസിൽ എത്തിക്കണേ അല്ലാഹ്. മഹാനായ വെളിങ്കോട്ട് മർക്കാവിൽ എത്തിക്കണേ അല്ലാഹ്. യഹൂദകളിൽ എത്തിക്കണേ അല്ലാഹ്. അബ്ദുറഹ്മാൻ നഖ്ശബന്ദിയിൽ എത്തിക്കണേ അല്ലാഹ്. ഈ നാടിന് ഏതൊരു വിശ്രമമാണോ ഈ നാട് അറിയപ്പെടുന്നത് മഹാനായ ശൈഖ് സിറാജുദ്ദീൻ തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ സകല ഔലിയാക്കളിലും ഉലമായിലും എത്തിക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന കാട്ടിലെത്തങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ഉലമായിൽ എത്തിക്കണേ അല്ലാഹ്. ഫുഖഹായിൽ എത്തിക്കണേ അല്ലാഹ്. നേരത്തെ ഈ പള്ളിയിൽ ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഖബറടഞ്ഞു പോയ മഹാനായ മർക്കാർ ഫൈലി ഉസ്താദ് അടക്കമുള്ള ഈ എല്ലാ ഖാദിമാർ, എല്ലാ ഇമാമിങ്ങൾ, മുദരിസുമാര്, ഖതീമാരിലൊക്കെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട സകല ആണുങ്ങൾ പെണ്ണുങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഭക്ഷണം നൽകി എല്ലാം മറന്ന് തടി നോക്കാതെ വെയിലത്തോട് നടന്ന് അധ്യാപനം നടത്തി ഗൾഫിൽ പോയി ചോരനീരാട്ടി ഞങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തിയ വാപ്പമാരിൽ പലരും ഖബറിലാണ്. അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഏത് പെരുന്നാളും ഞങ്ങൾക്ക് പെരുന്നാളായിരുന്ന ഉമ്മമാരിൽ പലരും ഖബറിലാണ്. പെരുന്നാളിന്റെ ഏത് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോയാലും ഉള്ളിന്റെ ഉള്ളിലേക്ക് സന്തോഷം വരുന്നില്ല. പല കട്ടിലുകളും കാലിയാണ്. ആ കട്ടിലുകളിൽ കിടന്ന് ഞങ്ങളെ ഉമ്മമാർക്കിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നൊമ്പ് വേദനിച്ച് പ്രസവിച്ച് പാല് തന്ന് വളർത്തി ഞങ്ങളാക്കാൻ പാതിരാവിൽ ആട്ടി ഉറക്കി ദുആ ചെയ്ത് വളർത്തിയ ഉമ്മമാരെ ഖബറിൽ വെച്ച് നീ ശിക്ഷിക്കല്ല അല്ലാഹ്. അവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ, ഏതെങ്കിലും ഒക്കെ മാതാപിതാക്കളോ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരോ അയൽവാസികളോ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ ആരെങ്കിലുമോ ഞങ്ങളോട് ബന്ധപ്പെട്ട് ലോകത്തിന്റെ എവിടെങ്കിലും കബറിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മയ്യിത്ത് ഒരു ചെറിയ അതാപെങ്കിലും കബറിൽ സഹിക്കുന്നുവെങ്കിൽ ഈ ദിവസത്തിന്റെ ബറക്കത്തുകൊണ്ട് സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് ദിക്റുകളുടെ ബറക്കത്തുകൊണ്ട് ആ കബറുകളിൽ നിന്ന് ശിക്ഷണിയൊന്ന് എടുത്തു മാറ്റണേ അല്ലാഹ്. അവരുടെ കബറുകൾ നീ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണല്ലോ ഞങ്ങൾ. ഇന്നവിടെ കുറെ കന്നുകൾ ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്. ആ കന്നുകൾക്കറിയില്ല നാളെ ഇതേ സമയത്ത് അവരുടെ ഗതി എന്താണെന്ന്. അതുപോലെയല്ലേ ഞങ്ങൾ. നാളത്തെ ഞങ്ങളുടെ അവസ്ഥ പുഴുക്കൾക്ക് ഭക്ഷണമാവുകയാണോ അല്ലേ എന്നറിയില്ല. ഏതായാലും മരിക്കുമെന്നുറപ്പാട്. പക്ഷേ അത് മറന്നുകൊണ്ട് പലപ്പോഴും പിശാചിന്റെ പാവകളായി അല്ലാഹ്, സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടു അല്ലാഹ്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയല്ലേ നീ അറഫ വെച്ചത്? ഇത് അമ്പിയാക്കൾക്ക് വേണ്ടിയുള്ളതല്ല, ഔലിയാക്കൾക്ക് വേണ്ടിയുള്ളതല്ല. അവർ ജയിച്ചവരാണ്. ഇത് ഞങ്ങളെ പോലെയുള്ള പാപികളെ ലാക്കാക്കി നീ സംവിധാനിച്ചതല്ലേ. ഞങ്ങൾ തുറന്നു സമ്മതിക്കുന്നു, ഞങ്ങളെ സമ്പത്ത് ഞങ്ങൾ ഹറാമിൽ വിനിയോഗിച്ചു അല്ലാഹ്, അവയവങ്ങൾ ഹറാമിൽ വിനിയോഗിച്ചു അല്ലാഹ്. നിന്റെ മുമ്പിൽ തുറന്നു സമ്മതിക്കുന്നു അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ദോഷപങ്കിലമായ കറുത്താധ്യായങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ദോഷങ്ങളെ കൊണ്ട് മലീമസമായ മനസ്സുകളെ നീ കഴുകി ശുദ്ധിയാക്കണേ അല്ലാഹ്. മുഖല്ലിബുൽ ഖുലൂബായ അല്ലാഹ്, ശിർക്ക് കുഫ്ർ നിഫാഖ് റിയാ റസൂലിന്റെ അദാവത്ത് ശഹവത്ത് ബിദ്അത്ത് ഖവാത്തിറുകളിൽ നിന്ന് മനസ്സൊന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. സലാമത്തായ സദർ നൽകണേ അല്ലാഹ്. തഹാറത്തിന്റെ കൽബ് നൽകണേ അല്ലാഹ്. തഖ്വയുള്ള കൽബ് നൽകണേ അല്ലാഹ്. ശരീരങ്ങളിൽ നിന്ന് അറ്റാക്ക്, ക്യാൻസർ, കണ്ണിവീക്ക്, സ്ട്രോക്കുകൾ ഒഴിവാക്കി തരണേ അല്ലാഹ്. തളർന്നു കിടന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്തവർ പരിചയത്തിലുമല്ലാത്തവരിലുമുണ്ട്. നീ എഴുന്നേൽപ്പിക്കണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്. അതിൽ പള്ളിയിൽ വരാൻ ഉൾപ്പെടെ ആഗ്രഹം വെച്ചുകൊണ്ട് തളർന്ന് വളരെ ഖേദബോധത്തോടെ ശ്വാസം വിടുന്നവരുണ്ട്. അവർക്ക് പള്ളിയിൽ വരാനുള്ള കൂട്ട് നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. ആക്സിഡന്റിൽ ചതഞ്ഞു കിടക്കുന്നവർ, എല്ല് പൊട്ടിയവർ, അവയവങ്ങൾക്ക് കേടുപാട് പറ്റിയവരുണ്ട്. ഈ ശിഫാ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ബന്ധത്തിലും കുടുംബത്തിലും ദുആ വസിയത്ത് ചെയ്തവരിലും പരിചയത്തിലും പല ആളുകൾക്കും ക്യാൻസറാണ്. നീ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ കൊണ്ട് കഠോരമായ വേദനയ്ക്ക് വിധേയരായി ഉറക്കമില്ലാത്തവരുണ്ട്. ഈ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ ഞങ്ങൾക്ക് വിധിക്കല്ല അല്ലാഹ്. അറ്റാക്ക് കൊണ്ട് കൊടുക്കല്ല അല്ലാഹ്. സ്ട്രോക്ക് കൊണ്ട് തകർക്കല്ല അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്. കടക്കാരനാക്കി മരിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവനെ, സദസ്സിൽ ഉലമാ ഉണ്ട്, മുതഅല്ലിമീങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് നാഫിയാൽമ നൽകണേ അല്ലാഹ്. അധ്യാപനത്തിന് ദഅവത്തിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കച്ചവടക്കാരുടെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കച്ചവടമുള്ളവർ തന്നെയുമുണ്ട്. ഹൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഏത് കടക്കാരാ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ ആഗ്രഹിച്ച് തിരക്ക് കൊണ്ട് പോയത്, അവർക്കൊക്കെയും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. പങ്കെടുത്ത് കൂലി കൊടുക്കണേ അല്ലാഹ്. അവരെയും ഈ കൂലിയിൽ നിന്ന് ഒഴിവാക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഉദൂയത്തിന് ഷാറ് കൂടിയ ആളുകൾ സദസ്സിലുണ്ട്, പുറത്തുമുണ്ട്. അവർക്കൊക്കെ അത് നാളെ വാഹനമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം വിട്ടുകിടക്കാനുള്ള മനോഹരമായ വാഹനമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, അതിലേറെ പാവങ്ങളാണ്, അതിലേറെ പാപികളാണ്, ദോഷികളാണ്, രോഗികളാണ്, ഒന്നിനും കഴിയാത്ത ബലഹീനരാണ്. നീ എല്ലാത്തിനും കഴിയുന്ന ബലവാനാണ്. നീ എത്രയോ പ്രമാണികളെ ഔലിയാക്കളാക്കിയിട്ടുണ്ട്.
എത്രയോ കൊലയാളികൾ ഔലിയാക്കളുടെ നേതാക്കളാക്കിയിട്ടുണ്ട്. നിനക്ക് എല്ലാം പുറത്തുകൊണ്ട് ഒരൊറ്റ സമയം കൊണ്ട് സ്വാലിഹീങ്ങളുടെ ഉന്നത മർത്തബയിലേക്ക് കയറ്റാൻ അധികാരമുള്ള ഒപ്പാറാണ്, എല്ലാത്തിനും കഴിയുന്ന രാജാവാണ്. നീ അങ്ങനെ ഞങ്ങളെ കുറിച്ചൊരു വിധി ഈ സമയത്ത് നടപ്പിലാക്കിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ അമ്മോ. ഞങ്ങളെല്ലാരും കൂടി ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നീ തെറ്റുകളായി പരിഗണിച്ച് നരകത്തിലിട്ടാൽ നിനക്ക് ഇസ്സത്ത് കൂടുകയില്ലല്ലോ അമ്മോ. അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അമ്മോ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അമ്മോ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അമ്മോ. സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്യണേ അമ്മോ. നോമ്പുനോറ്റവരായി നട്ടുച്ചക്ക് ഈ പള്ളിയിൽ ഞങ്ങളെല്ലാവരും കൂടി പല നാടുകളിൽ നിന്നും വന്നു. അതിൽ തെറ്റ് ചെയ്യാത്ത കൊച്ചുമക്കളുണ്ട്, തെറ്റ് ചിന്തിക്കാൻ കഴിയാത്ത പ്രായമുള്ളവരുണ്ട്, ഉലമാവുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. ഞങ്ങൾ സ്വാലിഹീങ്ങളാണ്. ഞങ്ങൾ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് സ്വലാത്തിന്റെ അഡ്രസ്സിലായി നിന്നിലേക്ക് അറഫന്റെ ദിവസം ഉയർത്തിയ കരങ്ങൾ നീ തട്ടല്ലോ, നീ സ്വീകരിക്കണേ അല്ലാ. നിരപരാധികളായി ജയിലിൽ കഴിയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്, രക്ഷപ്പെടുത്തണേ അല്ലാ. ഫലസ്തീനിൽ എട്ടും പൊട്ടും തിരിയാത്ത പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കൾക്ക് ഞങ്ങളെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ ഉറ്റവരും ഉടവരും മരിച്ചു വീണ ഭൂമിയിൽ കരഞ്ഞു നടക്കുകയാണ്. ഇനിയും ശബ്ദം കേൾക്കുമ്പോൾ ബോംബാണോ എന്ന ഞെട്ടലിലാണ് തൊട്ടിലിൽ കിടക്കുന്ന പൈതങ്ങൾ വരെ. അല്ലാഹു നീ സലാമത്ത് നൽകണേ അല്ലാ. ഇസ്ലാമിനെ കൂട്ടക്കൊല ചെയ്യുന്നതാണ് പെരുന്നാളെന്ന് വിശ്വസിച്ചുകൊണ്ട് ഘോഷിക്കുന്ന ജൂതപ്പരിശുകളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ നീ എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മണ്ണുകളെ മുക്തമാക്കണേ അല്ലാ. ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തണേ അല്ലാ. സെക്സാറാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ ചെറുപ്പക്കാരെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ചാടിപ്പോക്ക് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ പെണ്ണന്മാരെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തണേ അല്ലാ. മതം മാറി കല്യാണം കഴിക്കൽ കൊട്ടിഘോഷിക്കുകയാണ്, ഞങ്ങളെ തലമുറയെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പോയവർക്ക് ഹിദായത്തിലേക്ക് തിരിച്ചു വരാനുള്ള സന്മനസ് കൊടുക്കണേ അല്ലാ. യുക്തിവാദികൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാ, അവരുടെ ശല്യങ്ങളിൽ നിന്ന് ഷറുകളിലും ഞങ്ങളെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഹിദായത്ത് കളയല്ല അല്ലാ, റിദ്ദത്ത് വരുത്തല്ല അല്ലാ, കുഫ്ർ വിധിക്കല്ല അല്ലാ, ആഖിബത്ത് പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങൾക്കൊരവസാനമുണ്ടല്ലോ, ആ അവസാന ശ്വാസത്തിലേക്കല്ലോ ഈ യാത്ര അല്ലാഹുവേ. ആ അവസാന ശ്വാസ സമയത്ത് ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണേ അല്ലാ. റഹ്മത്തിന്റെ മലക്കുകളെ ചുറ്റുഭാഗത്തും കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളെ കൂടെയുള്ളവരൊക്കെ ഞങ്ങളെ കണ്ട് ധൈര്യമായി മൂക്കത്ത് വിരൽ വെക്കുമ്പോ താടിക്ക് കൈ കൊടുക്കുമ്പോ ഞങ്ങളോ ദുഃഖിച്ചുകൊണ്ട് പോകുന്ന ദുരവസ്ഥയിലാക്കല്ല അല്ലാ. ഞങ്ങൾ വേർപെട്ട് നിന്റെ പേരിൽ ഞങ്ങളെ ബാക്കിയുള്ളവരെ പൊട്ടി പൊട്ടി കരയുമ്പോ ഞങ്ങളെ നീ കരയിപ്പിക്കല്ല അല്ലാ. ദുനിയാവിലേക്ക് വന്നത് കരഞ്ഞുകൊണ്ടല്ലേ, ഇനി മയ്യിത്ത് കെട്ടിലേറി പോകുന്നത് ചിരിച്ചുകൊണ്ടാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഹജ്ജുമറുകൾക്ക് പോയവർക്ക് എല്ലാ അമാലും ഇനി അവർക്ക് ബാക്കിയുള്ള ഏറുകൾ വരെ പൂർണ്ണമായി ചെയ്തു തീർക്കാനുള്ള തൗഫീഖും നാട്ടിലേക്ക് ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള വഴികളും നീ കൊടുക്കണേ അല്ലാ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ പലവട്ടം മക്ക മദീനയിൽ ഹജ്ജുമറുകൾക്ക് സിയാറത്തിന് എത്തിക്കണേ അല്ലാ. മദീനയുടെ ആളുകളാക്കണേ അല്ലാ. മുത്തിന്റെ മുത്തബീങ്ങളാക്കണേ അല്ലാ. മുത്തിന്റെ മുദ്ദാറുകളാക്കണേ അല്ലാ. മദീനയുടെ മണ്ണിനോട് സദാബന്ധം നൽകണേ അല്ലാ. എവിടെയാണെങ്കിലും കൽബ് മദീനയിൽ പാർക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. മദീനയിൽ ഒരിടം നൽകണേ അല്ലാ. മദീനയിൽ ഒരിടം നൽകണേ അല്ലാ. മദീനയിൽ ഒരിടം നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم.
اللهم صل على محمد يا ربي صل عليه وسلم.